ഹായ് ഫ്രണ്ട്സ്, മസ്താനി എല്ലാവർക്കും അറിയാലോ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആ വ്യക്തി മസ്താനിക്ക് നമ്മുടെ ഹണി റോസിനോട് ഒരു ക്രഷ് വന്നു എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ വെറൈറ്റി മീഡിയ എന്നൊരു ചാനലിലാണ് ഇവർ വന്നിരുന്നത്. അത് മസ്താനിയാണ് ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹണി റോസാണ് നായിക. റേച്ചൽ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രൊമോഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ റേച്ചലിൻ്റെ ഫുൾ ടീംസും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നായിക ഇരിക്കുന്നുണ്ട്. നായികരുടെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് മസ്താനി ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നായികനാണല്ലോ കൂടുതൽ പ്രാധാന്യം. അപ്പോൾ റേച്ചലായിട്ട് അഭിനയിക്കുന്നത്, റേച്ചൽ എന്നുള്ള സിനിമ ആരുടെയെന്ന് എല്ലാവർക്കും അറിയാലോ, ബാദുഷ. ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മുടെ ഹരീഷ് കണാരനായിട്ട് ഒരു പ്രശ്നമുണ്ടായി, ബാദുഷ പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ലക്ഷം എൻ്റെ നിന്ന് മേടിച്ചു എന്ന് ഹരീഷ് കണാരൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കടം മേടിച്ച് ഇതുവരെ തന്നിട്ടില്ല, കോവിഡ് വന്നതിന് ശേഷവും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ബാദുഷ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിനൊക്കെ ആൻസർ ഞാൻ തരും, റേച്ചൽ എന്ന ഫിലിം ഇറങ്ങട്ടെ, അതിനുശേഷം ഇതിനുള്ള മറുപടി ഞാൻ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേച്ചൽ എന്ന ഫിലിമിൻ്റെ പ്രൊമോഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മസ്താനി ചോദിക്കുന്നുണ്ട്, എന്താണ് സിനിമയിലൊന്നും അഭിനയിക്കുന്നില്ലല്ലോ, കുറേ കാലമായാലും കണ്ടിട്ട്, എന്താണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത് എന്താണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹണി റോസ് പറയുന്നുണ്ട്, സിനിമയിൽ നിന്ന് ഞാൻ ഗ്യാപ്പൊന്നും എടുത്തിട്ടില്ല, എന്നെ കൂടുതൽ വിളിക്കുന്നത് ഇനാഗ്രേഷനാണ്, എന്നെ വിളിച്ചാൽ ഞാൻ വരും എന്തായാലും, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇനാഗ്രേഷനാണ് കേട്ടോ എന്ന് നമ്മുടെ ഹണി റോസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മസ്താനി പറഞ്ഞു ഹണി ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ ഹണി റോസിന് അത് പിടിച്ചില്ല. ഹണി ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞു, എന്നെ ഹണി എന്നോ റോസ് എന്നോ വിളിച്ചോ മതി, അല്ലാതെ എന്നെ ചേച്ചി എന്ന് വിളിക്കണ്ട. അപ്പോൾ അതിനുശേഷം മസ്താന് റോസ് 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 എന്നാണ് വിളിച്ചത് കേട്ടോ. അതെന്താണ് ഹണി അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ചേച്ചി എന്ന് വിളിച്ചാൽ എന്താണ്, ഹണിക്ക് അത്യാവശ്യം വയസ്സൊക്കെ ആയിട്ടുണ്ട്, മസ്താനി ചെറിയ കുട്ടിയാണ്. അപ്പോൾ മസ്താനിക്ക് ചേച്ചി എന്ന് വിളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഹണിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഹണി ഭയങ്കര തിളങ്ങി നിൽക്കുന്ന താരാണല്ലോ, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീൻ ഏതൊക്കെയാണ് റേച്ചൽ എന്ന് ചോദിച്ചപ്പോൾ, ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. ആ ഷോട്ട് കുറേ വട്ടം എടുത്തിട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. പക്ഷേ 4 കിലോഗ്രാം ഭാരമുള്ള നാടൻ തോക്കുകളൊക്കെയാണ് അതിൽ ഉള്ളത്. കുറേ ഷോട്ട്സ് എടുക്കേണ്ട വന്നു. അങ്ങനെ പക്ഷേ അത് പൊന്തിക്കാൻ തന്നെ പറ്റുന്നില്ല, 4-5 കിലോഗ്രാം ഉണ്ടല്ലോ, പൊന്തിച്ച് കൈൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഈ പോത്തൊക്കെ ഉണ്ട് തോന്നുന്നു ഈ ഫിലിമിൽ. അപ്പോൾ ഈ പോത്തുകളെ കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പോത്തിനെ വെട്ടാനൊക്കെ പഠിച്ചു എന്നാണ് പറയുന്നത്. അതായത് പോത്തിനെ കണ്ടിച്ച് അതിങ്ങനെ കയ്യിൽ വെച്ച് കണ്ടിക്കാനൊക്കെ പ്രത്യേക പ്രൊഫഷണൽസ് വന്നിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഹണി റോസ് പറയുന്നത്, ഇനി എനിക്കൊരു കടയിടാനുള്ള പ്രാക്ടീസ് എനിക്കായി, പോത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കണ്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പോത്തിറച്ചിയൊക്കെ എടുക്കാനുള്ള ഒരു പ്രാക്ടീസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവർ മുറിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇനോഗ്രേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്, എണ്ണ തീരാത്തത്ര, എനിക്ക് ശരിക്കും എണ്ണം തന്നെയില്ല എൻ്റെ കയ്യിൽ. പക്ഷേ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പോസ്റ്റ് കോവിഡിന് ശേഷമാണ്. അതിനുശേഷം, അത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം, അതിന് മുന്നേ എന്നെ ആരും ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പ്രൈവറ്റ് പാർട്ടികളിൽ, അതുപോലെ ഹൗസ് വാമിങ്ങിന്, അതുപോലെ ഓരോരോ ഷോസ്, മാരേജ്, ഇതിനൊക്കെ ഞാൻ പോവാറുണ്ട്. അതെന്താ വെച്ചാൽ പേ ചെയ്തിട്ട് മാത്രം, അല്ലാതെ വെറുതെ പോവാറില്ല. അവർ പേ ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവാറുണ്ട്. നല്ല ക്ഷമയുള്ള ആളാണ് ഹണി റോസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫാൻസിൽ നിന്നിട്ട് ഒന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് കുറേ ഫാൻസ് എന്നെ വിളിക്കാറുണ്ട്, പക്ഷേ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് വെച്ചാൽ 2005 മുതൽ 2025 വരെ 20 വർഷമായിട്ട് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തമിഴ്നാട്ടിലൊരു യുവാവ് എന്നെ വിളിക്കും. എൻ്റെ ബർത്ത്ഡേക്ക് എന്നെ വിഷസ് പറയും. 2025 വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയും ബോണ്ടാണ് അയാൾ വിളിക്കുന്നത്, കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും. ബർത്ത്ഡേ അയാൾ ഇന്ന് വരെ വിട്ട് കളഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ എൻ്റെ ഫോൺ ഫുൾ ടൈം സൈലൻ്റ് ആയിരിക്കും, ആര് വിളിച്ചാലും അങ്ങനെ പെട്ടെന്ന് അറിയൊന്നുമില്ല. അപ്പോൾ ഹണി റോസ് നമ്മൾ വിചാരിക്കുക എപ്പോഴും റൊമാൻറ്റിക് ആണെന്ന്, പക്ഷേ ഒരു ക്യാരക്ടർ, റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹണി റോസിൻ്റെ എന്ന് പറയുന്നുണ്ട്. മസ്താനിക്ക് ഈ ക്യാരക്ടറിനോടും ഈ ഹണി റോസിനോടും കാണുമ്പോൾ തന്നെ ക്രഷ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ക്രഷ് വന്ന് സഹിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ വണ്ടറായി, ക്രഷ് വരി മസ്താനിക്ക് എന്ന് തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.